ഔലിയാക്കന്മാരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിലേക്ക് വഴി തേടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ റഹ്മാനും റഹീമുമായി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അംഗീകരിച്ചിട്ടില്ല. അർത്ഥത്തിൽ അള്ളാഹുവിനെ റഹ്മാനും റഹീമുമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കലുള്ള കാരുണ്യത്തെക്കുറിച്ച് കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നിരാശനാകുമായിരുന്നില്ല. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ റഹ്മാനും റഹീമുമാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവൻ പാപിയാണെങ്കിലും അള്ളാഹുവിനെ വിട്ട് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പോവുകയില്ല. അവൻ അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തിയ റഹ്മാനാര് റഹീമാര് എന്ന നിലക്ക് അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് തൗഹീദിലെത്തിയില്ല. അവൻ നിരാശനാവുക എന്നത് ഒന്നുകിൽ വഴിവിടച്ചവരുടെ മാർഗമാണ്, അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ മാർഗമാണ്. ഖുർആൻ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരാശനായി മാറുന്നു. നിരാശനായപ്പോൾ അവൻ എന്ത് ചെയ്തു? ശിർക്കിലേക്ക് പോയി. ആ ശിർക്കിന്റെ ആളുകൾക്ക് എന്താ ഉണ്ടാകാൻ പോകുന്നത്? ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഔലിയാക്കന്മാരെ ഇടയാളന്മാരാക്കി പാപം പൊറുക്കാനുള്ള വഴി തേടിയവൻ പാപം പൊറുക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് കാരുണ്യം കിട്ടാത്ത പാപം പരസ്യപ്പെടുത്തപ്പെടുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാക്കുക. അതേതാ റഹ്മത്ത്? പരലോകത്തുണ്ടാകുന്ന റഹ്മത്ത് സ്വർഗം. ആ സ്വർഗത്തിൽ നിന്ന് അകലെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് മലക്കുകളും സത്യവിശ്വാസികളും അടങ്ങുന്ന സാക്ഷികളാണ്. പിന്നെ എങ്ങനെയാണ് ഈ റഹ്മാനെ മനസ്സിലാക്കാതെ ആളുകളുടെ സംസാരങ്ങൾ കേട്ട് ഖുർആൻ ഹദീസ് പഠിക്കാതെ തെറ്റിദ്ധരിച്ച് രക്ഷപ്പെടാൻ ശിർക്ക് ചെയ്തവൻ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. അവൻ കൂടുതൽ നഷ്ടത്തിലേക്കാകുന്നു പോകുന്നത്. സൂറത്ത് ഹൂദിലെ 18